തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിക്കുന്നതടക്കമുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ മധ്യകേരളത്തിൽ നടക്കുന്നത്. എന്തായാലും കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതലപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം. അത് ഏതു രീതിയിലും നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ, ഇവയുടെ ക്രമീകരണങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? രോഹിണി 8 മണിയോടുകൂടിയാണ് എറണാകുളം ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലാണ് നിലവിൽ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന മഹാരാജാസ് കോളേജിലാണ്. ഇവിടെയാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് അവിടേക്കുള്ള സാമഗ്രികളുടെ വിതരണം ഉള്ളത്. ഇവിടെ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച്, അതായത് 17ഓളം കൗണ്ടറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതാത് കൗണ്ടറുകളുടെ നമ്പർ നോക്കി, അതായത് ഏതൊക്കെ പോളിംഗ് സ്റ്റേഷനിലാണ്, ഏതൊക്കെ കൗണ്ടറിലാണ് ഏതൊക്കെ പോളിംഗ് സ്റ്റേഷന്റെ സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് എന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കിക്കൊണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അതാത് കൗണ്ടറുകളിലേക്ക് എത്താം. എന്തായാലും നേരത്തെ തന്നെ ഈ സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ആരംഭിച്ചിരുന്നു. 8 മണിയോടുകൂടി തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. എന്തായാലും 2294 പോളിംഗ് സ്റ്റേഷനുകളാണ് എറണാകുളം ജില്ലയിൽ ആകെ ഉള്ളത്. എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ ചാലക്കുടി മണ്ഡലം, അതോടൊപ്പം തന്നെ എറണാകുളം മണ്ഡലം, അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി ലോക്സഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ ഏകദേശം 14 ഇടങ്ങളിലാണ് നിലവിൽ ഈ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പൊതുനിരീക്ഷകരുമുണ്ട്. ഈ കുറ്റമറ്റതായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ നിരീക്ഷണ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ 48 മണിക്കൂർ, അതായത് ഇനി വരുന്ന ഓരോ മണിക്കൂറും ഓരോ വോട്ടും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിലവിൽ സജീവമാണ്. എന്തായാലും പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ച ഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായത് 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം തന്നെ ഈ പ്രചാരണത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ വിധത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് കൊച്ചിക്ക് വികസനമാണ് വേണ്ടത്. ആ ഒരു വികസനം ആര് വഴി എടുക്കും, അല്ലെങ്കിൽ ആര് വഴിയാണ് നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് എത്രത്തോളം NDAയ്ക്കാണെങ്കിലും അതോടൊപ്പം തന്നെ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വോട്ടായി മാറുക. എന്തായാലും സ്ഥാനാർത്ഥികളും ഒരേ രീതിയിൽ തന്നെ പ്രതീക്ഷയിലാണ്. NDAയ്ക്കാണെങ്കിൽ വോട്ട് വിഹിതത്തിൽ മാത്രമല്ല വിജയം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഹൈബി ഈഡനാണെങ്കിൽ ഈ മണ്ഡലം നിലനിർത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ടാണ് LDF വിജയം ആഗ്രഹിക്കുന്നത്. എന്തായാലും നിലവിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതാത് ഇടങ്ങളിൽ കഴിഞ്ഞു. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കൗണ്ടറുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 8 മണിക്ക് തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉണ്ടാകും. ഈ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയതിനു ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ടുള്ള വാഹനങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 513 വാഹനങ്ങളാണ് ഈ പോളിംഗ് സാമഗ്രികളുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് പോകാനായിട്ട് തയ്യാറായി വെച്ചിട്ടുള്ളത്.